8 പുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഒന്നാമത്തെ പുസ്തകം സത്യവേദ പുസ്തകമാണ്. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്ന്. ഇരുളിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ക്രിസ്തുയേശുവിൻ്റെ പിറവിയെക്കുറിച്ചുള്ള ഒരു സൂചകമായി ഈ പ്രവചനവാക്യം നാം മനസ്സിലാക്കുന്നുണ്ട്. ഇരുളിൽ പ്രകാശിക്കുന്ന വെളിച്ചമായി തിരുപ്പിറവിയെക്കുറിച്ചുള്ള പാഠങ്ങൾ പിന്നീട് ക്രിസ്തുവിൻ്റെ ജനനാനന്തരവും തുടരുന്നതായി സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിലുണ്ട്. അതിൽ 4-ാം നൂറ്റാണ്ടിൽ വിരചിതമായ ഒരു കുറിപ്പാണ് രണ്ടാമത്തെ പുസ്തകം. കപ്പദോക്കിയയിലെ പ്രശസ്തരായ വേദപണ്ഡിതരായ പിതാക്കന്മാരിൽ ഒരാളാണ് നിസ്സയിലെ വിശുദ്ധനായ ഗ്രിഗറി. അദ്ദേഹം നേറ്റിവിറ്റിയെക്കുറിച്ച് എഴുതുമ്പോൾ വളരെ കൗതുകകരമായൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിൽ ഇരുൾ മൂടിയ കാലാവസ്ഥകൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവം അത്തരം സന്ദർഭങ്ങളിലൊന്നും മനുഷ്യനായി പിറക്കാതിരുന്നത്? തുടർന്ന് അദ്ദേഹം തിരുവെഴുത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് അക്കമിട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഒന്ന്, സകല ജഡവും ഈ ഭൂമിയിൽ താന്താങ്ങളുടെ വഴി വഷളാക്കിയ നോഹയുടെ കാലത്ത് എന്തുകൊണ്ട് ദൈവം മനുഷ്യനായി പിറന്നില്ല? 2, തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും നടുകയും വിൽക്കുകയും ചെയ്ത സ്വയം അപമാന രാഗങ്ങളിൽ മുഴുകിയ ഭോഗപാരമ്യത്തിൻ്റെ ലോത്തിൻ്റെ കാലത്ത് എന്തുകൊണ്ട് ദൈവം മനുഷ്യനായി പിറന്നില്ല? മിസ്രൈമിലെ ഇസ്രയേൽ ജനത്തിൻ്റെ ദുരിതപർവങ്ങൾക്കിടയിൽ അവരുടെ നിലവിളികൾക്കുത്തരമായി എന്തുകൊണ്ട് ദൈവം മനുഷ്യനായി പിറന്നില്ല? അസീറിയൻ ബാബിലോണിയൻ പ്രവാസകാലങ്ങളിൽ എന്തുകൊണ്ട് ദൈവം മനുഷ്യനായി പിറന്നില്ല? ഒടുവിൽ നീതിമാന്മാരെയും പ്രവാചകന്മാരെയും കല്ലെറിയുകയും കൊല്ലുകയും പിന്നീട് അവരുടെ കല്ലറകൾ പണിത് പൂജിക്കുകയും ചെയ്ത കപട ദൈവാരാധനയുടെ കാലത്ത് എന്തുകൊണ്ട് ദൈവം മനുഷ്യനായി പിറന്നില്ല? അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ കാലത്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് കാണപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ദൈവം മനുഷ്യനായില്ല? വിശുദ്ധ സ്ഥലത്തിനും ബലിപീഠത്തിനും മധ്യേ നീതിമാനായ ഒരു പുരോഹിതൻ കൊല്ലപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ദൈവം മനുഷ്യനായില്ല? ഒടുവിൽ തിന്മയതിൻ്റെ പാരമ്യത്തിൽ ഇരുട്ട് കട്ട പിടിച്ച ചരിത്രസന്ധിയിൽ ദൈവം മനുഷ്യനായി പിറക്കുന്നു. അധാർമികതയുടെ ഇരുൾ മൂടുന്ന ഏത് കാലത്തും വെളിച്ചത്തിൻ്റെ ഉദയത്തെക്കുറിച്ച് നാം പേർത്തും ധ്യാനിക്കേണ്ടതുണ്ട്. പിൽക്കാലത്ത് സ്വാമി വിവേകാനന്ദൻ യേശുവിൻ്റെ പിറവിയെക്കുറിച്ച് എഴുതിയ ഒരു കുറിപ്പാണ് 3-ാമത്തെ പുസ്തകം. 2 വൻ തിരകൾക്കിടയിലെ ഒരു പതനകാലം, ക്രിസ്തു പിറക്കുന്ന കാലത്തെക്കുറിച്ചാണ് പറയുക. മനുഷ്യരെല്ലാവരും മാമൂലിൽ തൂങ്ങിയ കാലം, മനുഷ്യ മനസ്സ് മുന്നോട്ട് പോകാനാവാതെ തളർന്ന് കയ്യിൽ കിട്ടിയത് കാത്തു സൂക്ഷിക്കുന്ന വേലയിൽ മാത്രം ഏർപ്പെട്ടിരുന്ന കാലം, വിശിഷ്ടവും വിപുലവും ഉന്നതവുമായ ജീവിത മൂല്യങ്ങൾ അവയേക്കാൾ പ്രധാനമായി വിശേഷ ചടങ്ങുകളിലും ചില്ലറ കാര്യങ്ങളിലും എല്ലാ തരത്തിലുമുള്ള നേതാക്കന്മാർ ശ്രദ്ധിച്ചിരുന്ന കാലം. ഇതിൻ്റെ ഈ കുറിപ്പിൻ്റെ ഒരു പുതിയ പതിപ്പാണ്
4-ാമത്തെ പുസ്തകം. സന്ധ്യാമേരിയുടെ ഏറ്റവും പുതിയൊരു നോവൽ മരിയ, വെറും മരിയ. നമ്മുടെ കാലത്തെക്കുറിച്ചുള്ള കൃത്യമായൊരു നിരീക്ഷണം ആ നോവലിലുണ്ട്. ആ നോവലിൽ ഒരു നാടിനെ കുറിച്ച് പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: മരിയ ജനിച്ച നാട് തന്നെ കുഴപ്പം പിടിച്ചതായിരുന്നു. അതായത് ഒരു കുഴപ്പവും ഇല്ലാത്തത് കൊണ്ടുള്ളൊരു കുഴപ്പം. അഭിനീവാനിസ് തിരുമേനി മുന്നമേ പറഞ്ഞ ആ നാടുകളൊന്നും അനുഭവിക്കാത്ത, അവിടുത്തെ ജനതയൊന്നും അനുഭവിക്കുന്ന ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും അങ്ങനെ അത്രമേൽ തീവ്രതയോടുകൂടി അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു ജനത. പ്രകൃതിക്ഷോഭങ്ങൾ, യുദ്ധങ്ങൾ, പകർച്ചവ്യാധികൾ. ഇവിടുത്തെ മുഖ്യ വിഷയം എന്താണ്? രാഷ്ട്രീയവും അവിഹിത ബന്ധങ്ങളും മാത്രമാണ് അന്തിച്ചർച്ചയിലെ മുഖ്യ വിഷയങ്ങൾ. പക്ഷേ രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനതയായിട്ടാണ് ആ നാട്ടിലെ ഞങ്ങളെക്കുറിച്ച് കരുതിയിരുന്നത് എന്ന് കഥാകാരി എഴുതുന്നുണ്ട്. ആ രാഷ്ട്രീയ ബോധത്തിനൊരു ഉദാഹരണവും പറയുന്നുണ്ട്. മണൽവാരലിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി ദിവസവും പത്രങ്ങൾ കൃത്യമായി വായിച്ചതിന് ശേഷമായിരുന്നു അന്നാട്ടിലെ മണൽവാരലുകൾ മണൽ വാരാൻ പോയിരുന്നത്. ശരിക്കും ശുഭകരമല്ലാത്ത വാർത്തകൾക്കിടയിലാണ് നാം ഈ സുവാർത്തയെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. തിന്മയുടെ ഇരുൾ മൂടുന്ന കാലങ്ങളിൽ നന്മയുടെ വൃത്താന്തം പറയുക എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് മാറി നിൽക്കാൻ പറ്റുക? പക്ഷെ അതത്ര എളുപ്പമല്ല. എന്ന് മാത്രമല്ല, നാം കരുതുന്നത് പോലെ അത്ര ബുദ്ധിപൂർവ്വം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയുമല്ല. ഇത്രയും പുസ്തകങ്ങൾ പറയുമ്പോൾ എൻ്റെ ഒരു ചെറിയ പുസ്തകം കൂടെ പറഞ്ഞോട്ടെ. സമീരയിൽ ഇങ്ങനെ ഒരു കുറിപ്പുണ്ട്: സകല ജനത്തിനും സന്തോഷമുണ്ടാക്കുന്ന മാലാഹയുടെ പാട്ട് കേട്ടിറങ്ങിയ മണ്ടന്മാരായ ഇടയന്മാർ. സത്യത്തിൽ സർവ്വജനത്തിനും സന്തോഷമുണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? നമ്മളൊക്കെ പറയുന്നത് നമ്മുടെ സമൂഹത്തിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അല്ലാതെ ഏത് ക്രിസ്മസിലാണ് നമ്മൾ സകല ജനത്തിനും സന്തോഷമുണ്ടാകുന്ന മാലാഹയുടെ പാട്ട് ഏറ്റുപാടിയിട്ടുള്ളത്? ഇനി അത് വിശ്വസിക്കുന്നവർ തന്നെ എത്രമാത്രം ഒരു മൗഢ്യ ലോകത്തിലാണ് ജീവിക്കുക. ഒരു മഹാരാജാവ് ലോകത്തെ രക്ഷിക്കാൻ പോന്നവൻ പുൽക്കൂട്ടിൽ പിറക്കുമെന്ന് പറഞ്ഞ് കേട്ട് വിശ്വസിച്ച മണ്ടന്മാർ. ഇതിനേക്കാളെല്ലാം വലിയ വിഡ്ഢിത്തം കാണിച്ച 2 പേരുണ്ട്. വെറും സ്വപ്നങ്ങളെ പ്രതി യുക്തിയെ പണയം വെച്ച ജോസഫും മറിയവും. ഉയരത്തിൽ നിന്ന് മാത്രം ആലോചന തേടിയ അത്തരം മനുഷ്യരുടെ മടയത്തരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത്തരം ചില വിഡ്ഢിത്തങ്ങളിലാണ് മനുഷ്യരക്ഷാർത്ഥമുള്ള സുവാർത്തയുടെ തുടക്കം. 6-ാമത്തെ പുസ്തകം തബോമയുടെ അച്ഛൻ. അതിൽ തബോമയെ കൊണ്ട് സന്തോഷ് കുമാർ പറയുന്ന ഒരു വാക്കുണ്ട്: ഈ ലോകത്ത് വലിയ ബുദ്ധിമാന്മാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പോൾ മടയന്മാരുടെ ഒരു സൈന്യം തന്നെ ആവശ്യമുണ്ട്. എ ബറ്റാലിയൻ ഓഫ് ഇഡിയറ്റ്സ്. യുക്തിക്ക് അതീതമായ യാത്രയെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ് 7-ാമത്തെ പുസ്തകം. ഇതുവരെ ഞാൻ പറഞ്ഞ പുസ്തകങ്ങളിൽ ചിലതെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇനി ഞാൻ പറയുന്ന പുസ്തകം നിങ്ങളാരും വായിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത് ഇന്നലെ മഷിക്കോട്ട് പബ്ലിഷ് ചെയ്തതേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ടിമോത്തി തോമസ് അച്ഛൻ ന്യൂയോർക്കിൽ സെൻറ്റ് ജോൺ സെമിനാരിയിൽ പഠിപ്പിക്കുകയാണ്. 25 ദിവസത്തെ നോമ്പ് വിചാരങ്ങളെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകമാണ് ദ അൺകണ്ടെയ്നബിൾ ഗോഡ് ഇൻ എ മാങ്കർ, ദ മിസ്റ്ററി ഓഫ് ഇൻകാർണേഷൻ. അതിലെ 4-ാം ദിവസം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദ ജേർണി ടു ബേത്ലഹേം. The journey to Bethlehem was not an easy one. Each step toward Bethlehem was an act of faith. Nothing about this journey looked extraordinary. There was no royal procession, no visible sign of the divine. The road was dusty, the distance long, and the travel is poor and weary. So too, in our own lives, God's purposes often unfold through ordinary events, through inconveniences, disruptions,
and unexpected detours. What may seem like difficulty or delay may, in truth, be the very road that leads us closer to Christ. ഈ യാത്ര അത്ര സുഖകരമാവില്ല. It passes through deserts of doubt, hills of hardship, and valley of waiting. But every faithful step taken with humility and trust brings us nearer to the manor of divine peace. ഇരുൾ മൂടുന്ന കാലങ്ങളിൽ വിശ്വാസത്തിൻ്റെ തിരിതെളിച്ച് സദ്വാർത്തയുടെ വെളിച്ചം പരത്താൻ ഈ സ്നേഹക്കൂട്ടിലേക്ക് നടന്നെടുക്കുമ്പോൾ പീവാനി സിനിമേനി പറഞ്ഞു വെച്ച വാക്ക് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കയറി അകത്തോട്ട് പോയിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ ആയുസ് ദീർഘമാക്കാനുള്ള ഈ യാത്ര. അങ്ങനെ ഒരു തീരുമാനം അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവസാനത്തെ പുസ്തകം വായിച്ച് അവസാനിപ്പിക്കാം. അതൊരു വാണിങ്ങാണ്. ഖലീൽ ജിബ്രാൻ്റെ പുസ്തകമാണ്. ഒരുപക്ഷെ DSMCയുടെ സംഗീത മഴയിൽ നന്നേ ആർദ്രമായിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ വചനം ജഡമായി തീരുന്ന ഈ അപകടകരമായ യാത്രയ്ക്കൊരുങ്ങാൻ നിലമൊരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ മുന്നറിയിപ്പ് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാൻ വായിക്കാം. ഈ സന്ധിയിലല്ലാതെ അത് വായിക്കാൻ മറ്റൊരു സ്ഥലം എനിക്ക് തോന്നുന്നില്ല. അൽമിത്ര പറഞ്ഞു, ഞങ്ങളോട് സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുക. അവൻ ശിരസ്സുയർത്തി ജനങ്ങളെ നോക്കി. അവർ നിശ്ചലരായി. ഒരു മഹാസ്വരത്തിൽ അവൻ പറഞ്ഞു, സ്നേഹം നിങ്ങളെ വിളിക്കുമ്പോൾ അവനെ അനുഗമിക്കുക. അവൻ്റെ വഴികൾ കഠിനവും ചെങ്കുത്തായതുമാണെങ്കിലും അവൻ്റെ ചിറകുകൾ നിങ്ങളെ പൊതിയുമ്പോൾ കീഴടങ്ങുക. അവൻ്റെ തൂവലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച വാൾ നിങ്ങളെ മുറിവേൽപ്പിക്കുമെങ്കിലും അവൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവനിൽ വിശ്വസിക്കുക. സ്നേഹം നിങ്ങളെ കിരീടമണിയിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ കുരിശിൽ തറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ കോതി വെടിപ്പാക്കുകയും ചെയ്യും. അവൻ നിങ്ങളുടെ ഉയരത്തിൽ കയറുകയും വെയിൽ വിറകൊള്ളുന്ന നിങ്ങളുടെ ഇളം ചില്ലുകളെ തഴുകുകയും ചെയ്യുമെങ്കിലും അവൻ നിങ്ങളുടെ വേരുകളിൽ ഇറങ്ങുകയും ഭൂമിയെ മുറുകെ പിടിച്ചിരിക്കുന്നവയെ പിടിച്ചു കുലുക്കുകയും ചെയ്യും. കതിർക്കറ്റകൾ പോലെ അവൻ നിങ്ങളെ അവന് വേണ്ടി ശേഖരിക്കും. നഗ്നരാക്കുവാനായി അവൻ നിങ്ങളെ മെതിക്കും. പതിരിൽ നിന്ന് വിടുതി തരാനായി അവൻ നിങ്ങളെ ചേറ്റിക്കൊഴിക്കും. തൂവെള്ളയാകും വരെ അവൻ നിങ്ങളെ പൊടിക്കും. മൃദുലമാകും വരെ അവൻ നിങ്ങളെ കുഴയ്ക്കും. പിന്നീട് ദൈവത്തിൻ്റെ തിരുവഴുത്താഴത്തിനുള്ള വിശുദ്ധ അപ്പമാകുവാൻ വേണ്ടി അവൻ നിങ്ങളെ തൻ്റെ വിശുദ്ധ അഗ്നിയിലിടും. നിങ്ങൾ നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ അറിയുവാൻ തക്കവണ്ണം സ്നേഹം ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ചെയ്യും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭീതിയിൽ നിങ്ങൾ സ്നേഹത്തിൻ്റെ ശാന്തിയും സുഖവും മാത്രമാണ് തേടുന്നതെങ്കിൽ നിങ്ങളുടെ നഗ്നത മറച്ച് സ്നേഹത്തിൻ്റെ മെതിക്കളത്തിൽ നിന്ന് ഋതുഭേദമില്ലാത്ത ലോകത്തിലേക്ക് കടന്നു പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അവിടെ നിങ്ങൾ ചിരിക്കും, പക്ഷേ അത് നിങ്ങളുടെ മുഴുവൻ ചിരിയുമല്ല. നിങ്ങൾക്കറിയും, പക്ഷേ അത് നിങ്ങളുടെ മുഴുവൻ കണ്ണുനീരുമല്ല. നന്ദി.